മലപ്പുറം ജില്ലയിലെ താനൂർ തൂവൽ തീരം എന്ന് പറയുന്ന ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. അവിടേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചപ്പോൾ കടലിനോട് അടുത്തൊരു റൂട്ടിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് ഈ വീഡിയോ വെറുതെ ഒന്ന് എടുത്തു. ചെറിയ ചാറ്റൽ മഴയും കാർമേഘവും കണ്ടപ്പോൾ വളരെ ഭംഗി തോന്നി. നല്ല പച്ചപ്പുകൾ നിറഞ്ഞ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ എടുത്ത വീഡിയോ ആണ്. അതവിടെ നിൽക്കട്ടെ. ഒരു പ്രധാന വിഷയം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് വന്നത്. കോഴിക്കോട് എൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് ഞാനൊരു യത്തീംഖാനയിൽ പോകാനിടയായി. അവിടെ പോയപ്പോൾ അവിടെ വർക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടയിൽ കുട്ടികൾ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്ന സന്തോഷത്തിലാണ്. ഒരുപാട് കുട്ടികൾ പാക്ക് ചെയ്ത് വളരെ സന്തോഷത്തോടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി മാത്രം അവിടെ കരയുന്നത് കണ്ടു. അപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഒന്നുമില്ല, തലവേദന ആണെന്ന് പറഞ്ഞ് മാറി നിന്നു. പക്ഷെ ഞാൻ അവിടുത്തെ അധ്യാപകനോട് ചോദിച്ചു, എന്താ കുട്ടി കരയുന്നത്, നിങ്ങൾ എന്തെങ്കിലും പ്രയാസം ഉണ്ടായോ കുട്ടിക്ക് എന്ന് ചോദിച്ചപ്പോൾ അധ്യാപകൻ പറഞ്ഞു, ആ കുട്ടിക്ക് വീട്ടിലേക്ക് പോകണ്ടാന്ന്. എന്തായാലും ഇവിടുന്ന് വീട്ടിൽ പോകാതിരിക്കാൻ പറ്റില്ല, കാരണം ഇവിടുന്ന് എല്ലാവരും 2 ദിവസം ലീവാണ്, അതുകൊണ്ട് ഇവിടെ ആരും ഉണ്ടാവില്ല, പോയേ പറ്റൂ. അത് പറഞ്ഞപ്പോൾ ആ കുട്ടി പറയണം, എനിക്ക് വീട്ടിൽ പോകണ്ട. ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത്, ഞാൻ ഭൂമിയിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു ഈ സമയത്താണ് ഇപ്പോൾ ഉള്ളത്, ഒരു സ്ഥലത്താണുള്ളത്. അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് എനിക്ക് പേടിയാണ്, എനിക്കിഷ്ടമല്ല. എനിക്ക് വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഈ പള്ളിയിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത് ഏതെങ്കിലും ഭാഗത്ത് കിടന്നുറങ്ങി സമയം കളയുന്നതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ സങ്കടം തോന്നി. നമ്മുടെ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടത്, പാരൻസ് മനസ്സിലാക്കേണ്ടത്, സ്വന്തം കുട്ടികളോട് പെരുമാറുന്ന രീതികളിൽ മാറ്റം വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ സമാധാനം ആഗ്രഹിക്കുന്ന മേഖലയിലേക്ക് അവർ സഞ്ചരിക്കും. ആ കുട്ടിയുടെ ആ സംസാരങ്ങളും അവൻ്റെ ആ ഒരു ഇടപെടലും കണ്ടപ്പോൾ എനിക്ക് തോന്നി എത്രത്തോളം പ്രയാസം ആ കുട്ടിക്ക് സ്വന്തം വീട്ടിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഹോസ്റ്റലിൽ നിന്ന് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കിടയിൽ ഒരു വ്യത്യസ്തനായ ചെറിയ കുട്ടിയെ ഞാൻ കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി. അതുകൊണ്ട് മാതാപിതാക്കൾ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ കുട്ടികൾ എത്രത്തോളം സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അത് നിങ്ങൾ തിരിച്ചറിയാതെ പോയാൽ നിങ്ങളുടെ ഫോൾട്ട് മാത്രമായിരിക്കും.